ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CodeCoders മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സിൻ്റെ ക്ലോൺ എങ്ങനെയാണ് HTML-ലും അതുപോലെ തന്നെ റിയാക്റ്റിലും ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ആദ്യം VS Code ഓപ്പൺ ചെയ്യുക, എന്നിട്ട് npm create വൈറ്റ് അറ്റ് ലേറ്റസ്റ്റ് മൈ നെറ്റ്ഫ്ലിക്സ് ക്ലോണ് -- ടെംപ്ലേറ്റ് റിയാക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് റിയാക്റ്റ് സെലക്ട് ചെയ്യുക. ഞാൻ അതുപോലെ തന്നെ ടൈപ്പ് സ്ക്രിപ്റ്റ് ഒക്കെ ഓപ്ഷൻ ഉണ്ട്, അതാണ് ബെസ്റ്റ്. ബട്ട് ഞാൻ സിമ്പിൾ അധികം ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് CD മൈ നെറ്റ്ഫ്ലിക്സ് ക്ലോൺ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിയിലോട്ട് പോവുക. അപ്പോൾ അതിന് നിങ്ങൾ ജസ്റ്റ് CD എന്ന് കൊടുത്തിട്ട് ആ ഫസ്റ്റ് ലെറ്റർ കൊടുത്തിട്ട് ടാബ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് npm ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കൊടുക്കുക. npm എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്താൽ മതി. അതിനകത്ത് നെറ്റ്ഫ്ലിക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫസ്റ്റത്തെ ആ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി, നെറ്റ്ഫ്ലിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഓക്കെ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ സെയിം HTML ഫയൽ നമുക്ക് കിട്ടണം. അപ്പോൾ HTML ഫയൽ എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സേവ് ആസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് അത് സേവ് ചെയ്യാൻ പോകണം നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫയലിൻ്റെ നെയിം ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് അതിനെ കൊടുക്കുകയാണ്. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സേവ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഇതിൻ്റെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു URL ഒന്ന് പാത്ത് നോക്കി, ജസ്റ്റ് ഒറിജിനൽ വെബ്സൈറ്റിൻ്റെ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം. HTTPS എന്ന് പറഞ്ഞിട്ട് www.netflix.com എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫയല്. ഓക്കെ, സി ഡ്രൈവിലാണ് യൂസേഴ്സ് HP ഡൗൺലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്റത്തിനകത്തുള്ള ആ ഒരു കറക്റ്റ് പാത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സെയിം വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ HTML ഫയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇതിപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആ ഒരു ഫയലുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഡൗൺലോഡിനകത്തുണ്ട് ആ ഒരു ഫയൽ. ഓക്കെ, ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ എടുക്കാം. ആ ഒരു ഫയൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ റിയാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിനകത്ത് നമുക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഡെസ്ക്ടോപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ റിയാക്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അതിനകത്ത് പോവുക, എന്നിട്ട് അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് VS കോഡിനകത്ത് നമുക്ക് npm run dev എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു റിയാക്റ്റ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബ്രൗസറിനകത്ത് പോവുക, ജസ്റ്റ് അത് വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു URL അവിടെ വന്നിട്ടുണ്ടാവും, ലോക്കൽ ഹോസ്റ്റിൻ്റെ. അത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താലും മതി. നിങ്ങൾക്ക് ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ അത് ഓപ്പൺ ആയിട്ട് വരും. ഞാൻ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു ഒറിജിനൽ വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൻ്റെ കംപ്ലീറ്റ് HTML ഫയൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഡോക് ടൈപ്പ് HTML ഇവിടെ നമുക്ക് കിട്ടുന്നത് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ, അതുപോലെ തന്നെ കളേഴ്സ്, പിന്നെ എല്ലാ സ്റ്റൈൽസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എല്ലാം കാണാൻ പറ്റും. അവിടെ കൊടുത്തിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് വരെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഏതാണോ അതൊക്കെ ഇതിനകത്തുനിന്ന് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വൈറ്റ് പ്ലസ് റിയാക്റ്റ് പ്രൊജക്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ HTML ഫയലാണ് ഉള്ളത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി റിയാക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാലേ നമ്മുടെ റിയാക്റ്റ് പ്രൊജക്റ്റിനകത്ത് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് അതിനകത്ത് എന്ത് ചെയ്യുക, കൺവേർട്ട് HTML ഫയൽ ടു react.js എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഒറിജിനൽ ഞാൻ പറഞ്ഞുതരാം. convertsymbol.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഫയൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാനിവിടെ HTML to JSX എന്നുള്ള ആ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യാണ്. അത് റിയാക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ആ ഒരു JSX ഫോർമാറ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് HTML കാണാം. ഇവിടെ മൈ ക്ലാസ് എന്ന് പറയുന്ന നമ്മുടെ എന്തുണ്ട്, റിയാക്റ്റിൻ്റെ ആ ഒരു ക്ലാസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, അത് നമുക്കിവിടെ ഇതിനകത്ത് ജസ്റ്റ് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളേഴ്സും അതുപോലെ തന്നെ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും.
ഞാൻ ഈ റിയാക്റ്റിൻ്റെ ക്ലാസ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ VS കോഡിനകത്ത് നമുക്ക് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു SRCനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് SRCയിൽ app.jsx എന്ന് പറയുന്ന ഫയലുണ്ട്. ഇതിനകത്ത് ആ ഒരു റിട്ടേണിനകത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു കോഡും കാര്യങ്ങളാണ് നമുക്ക് കൗണ്ടും അതുപോലെ തന്നെ ക്ലിക്ക് ഓൺ ദ വൈറ്റ് ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനത് റിമൂവ് ചെയ്യാണ്. എന്നിട്ടൊരു H1 ടാഗിനകത്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ബ്രൗസറിനകത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെൻറ്റർ ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ VS കോഡിനകത്ത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ താഴെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യണത്. നമുക്ക് ഇവിടുന്ന് എന്തായാലും അതിനെ എടുക്കാം. ഞാൻ ഇവിടെ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ഡിവും കാര്യങ്ങളും കാണുന്നുണ്ട്. മെറ്റ എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള ഇതൊക്കെ റിമൂവ് ചെയ്യാണ്. ഈ സ്റ്റേറ്റും അതുപോലെ തന്നെ ആ ഒരു CSS അവിടെ ഇരുന്നോട്ടെ, ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ആ ക്ലാസ്സിനകത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു റിട്ടേൺ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ്. എന്നിട്ട് ആപ്പിനകത്തുള്ള ആ ഒരു റിട്ടേണിൻ്റെ മുകളിൽ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ബ്രൗസറിനകത്ത് ആ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ബ്രൗസർ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് വന്നിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ചെറിയ ചേഞ്ചസ് ഉണ്ട്, ഞാൻ അത് പറഞ്ഞു തരാം എന്താണെന്ന്. ബാക്കിയൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ ആ ഒറിജിനൽ വെബ്സൈറ്റിനകത്തുള്ള അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, റിയാക്റ്റിനകത്തും കോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലോക്കൽ ഹോസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ചെറിയ ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്താണ് വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഏത് ഡിവിനകത്താണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ഒരു എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എടുക്കുക. ജസ്റ്റ് അതിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ആ ഒരു മൗസിൻ്റെ ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിവിനെ റാപ്പ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എവിടെയാണ് അത് യൂസ് ചെയ്തിട്ട് ഓക്കെ, നമുക്ക് ആ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ആ ഇമേജിലൊന്ന് ആ ഒരു ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അതിനകത്ത് ഒറിജിനൽ യൂസ് ചെയ്തിട്ടുള്ള ഏതാണെന്നൊക്കെ അറിയാം. ഇനി നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു പാത്ത് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, Ctrl+F എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അത് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എവിടെയാണ് അവിടെ ആരോ മാർക്ക് ഉണ്ട്, അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും എവിടെയാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എവിടെ യൂസ് ചെയ്തിരിക്കണമെന്നൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് കംപ്ലീറ്റ് ഉള്ള ആ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി സ്മൂത്തായിട്ട് എഡിറ്റും കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം റിയാക്റ്റിൻ്റെ ഫോർമാറ്റ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ HTML-നകത്ത് നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജസും URL-ഉം എല്ലാം ഇതിന്ന് ഈസി ആയിട്ട് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെയാണോ യൂസ് ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്ത കളേഴ്സ് അതുപോലെ തന്നെ ഏത് ഫോണ്ടിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ എന്ത് ചെയ്യുക, റിയാക്റ്റിലുള്ള വേർഷൻ കിട്ടണമെങ്കിൽ ഇതുപോലെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ റിയാക്റ്റിൻ്റെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.